സരസ്വതി FM കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കും. സരസ്വതി FM-ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2026 ഏപ്രിൽ 20 കൊല്ലവർഷം 1201 മേടം 8 ചൊവ്വാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. അവധിക്കാല മെഗാ സർജറി ക്യാമ്പ് സരസ്വതിയിൽ ഏപ്രിൽ 17 മുതൽ 24 വരെ. ഈർപ്പം തേടി വീട്ടിലും പാമ്പുകളെത്തും, എടുക്കേണ്ട മുൻകരുതലുകൾ. പാറശാല മഹാദേവ ക്ഷേത്രോത്സവം നാളെ കൊടിയേറുന്നു. പഠന പിന്തുണ ക്ലാസ് സമയം രാവിലെ 7:30 മുതൽ 10:30 വരെ. KSRTC ബിസിനസ് ക്ലാസ് ബസ് സർവീസ് അടുത്ത ആഴ്ച മുതൽ നിരത്തിലിറങ്ങും. വാർത്തകൾ വിശദമായി. അവധിക്കാല മെഗാ സർജറി ക്യാമ്പ് സരസ്വതിയിൽ. ഈ അവധിക്കാലം നഷ്ടപ്പെടുത്തേണ്ടതില്ല. മാറ്റിവെച്ചിരിക്കുന്ന ചികിത്സകൾ ഇനി ഗുണമേന്മയോടെയും ചെലവ് കുറച്ചും ചെയ്യാൻ അവസരം. എല്ലാത്തരം സർജറിയും ഒരു കുടക്കീഴിൽ. പരിശോധനകൾക്ക് 25% ഡിസ്കൗണ്ട്. എല്ലാ ശസ്ത്രക്രിയാ പാക്കേജുകൾക്കും 30% ഡിസ്കൗണ്ട്. അഡ്മിഷൻ, റൂം ചാർജുകൾക്ക് പ്രത്യേക ഓഫറുകൾ. ഏപ്രിൽ 17 മുതൽ 24 വരെ പാറശാല സരസ്വതിയിൽ. രജിസ്ട്രേഷനും മറ്റു വിവരങ്ങൾക്കും വിളിക്കൂ 7593989860. ഈർപ്പം തേടി വീട്ടിലും പാമ്പുകളെത്തും, എടുക്കേണ്ട മുൻകരുതലുകൾ. ജനാലകൾ തുറന്നിടുന്നത് ഒഴിവാക്കുക. വീടിന്റെ തറയോട് ചേർന്ന് ചെടിച്ചട്ടികൾ വയ്ക്കാതിരിക്കുക. വീടിന് പുറത്ത് കിടക്കുന്ന ചെരുപ്പുകളും ഷൂസുകളും ധരിക്കുന്നതിന് മുമ്പ് കുടയുക. വീടിനോട് ചേർന്ന് വിറകടുക്കരുത്. കൊടും ചൂടിൽ ഈർപ്പമുള്ള ഇടം തേടിയുള്ള പാമ്പുകളുടെ സഞ്ചാരം കാരണം വീടുകളും സുരക്ഷിതമല്ലാതാവുന്നു. ഇക്കാര്യത്തിൽ ജാഗ്രത വേണമെന്നാണ് വന്യജീവി സംരക്ഷകരുടെ മുന്നറിയിപ്പ്. സഹായത്തിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാം. 1800425473 1800425473. പാറശാല മഹാദേവ ക്ഷേത്രോത്സവം നാളെ കൊടിയേറും. 10 ദിവസത്തെ ഉത്സവം മെയ് 1 സമാപിക്കും. നാളെ രാത്രി 8 കൊടിയേറ്റ്. തുടർന്ന് രാത്രി 9:15 നൃത്തസന്ധ്യ, സംഗീത കച്ചേരി, ഫ്യൂഷൻ, തിരുവാതിര, കഥകളി, ഓട്ടൻതുള്ളൽ, ഭരതനാട്യം, ഗാനമേള തുടങ്ങി 30 പൂരാഘോഷം ഉദ്ഘാടനവും. അന്ന് രാത്രി 7:30 ടൗൺ ചുറ്റി എഴുന്നള്ളിപ്പും ഡിജിറ്റൽ കുടമാറ്റവും ഉണ്ടാകും. പഠന പിന്തുണ ക്ലാസ് രാവിലെ 7:30 മുതൽ 10:30 വരെ. പൊതുവിദ്യാലയങ്ങളിൽ വാർഷിക പരീക്ഷയിൽ 30% മാർക്ക് നേടാത്ത 5 മുതൽ 9 വരെയുള്ള ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഉടനെ ആരംഭിക്കുന്ന പഠന പിന്തുണ ക്ലാസുകളുടെ സമയം രാവിലെ 7:30 മുതൽ 10:30 വരെയാക്കി. ക്ലാസുകൾ രാവിലെ 10:30 അവസാനിക്കുന്ന രീതിയിൽ പുനഃക്രമീകരിക്കണമെന്നും ബാലാവകാശ കമ്മീഷൻ കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയ പശ്ചാത്തലത്തിലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. KSRTC ബിസിനസ് ക്ലാസ് ബസ് സർവീസ് അടുത്തയാഴ്ച നിരത്തിലിറങ്ങും. തിരുവനന്തപുരം എറണാകുളം റൂട്ടിൽ സർവീസ് അടുത്തയാഴ്ച നിരത്തിലിറങ്ങും. ശുചിമുറിയും ഭക്ഷണവും കഫ്റ്റേരിയയും പാട്രിയും ഒക്കെയായി വന്ദേ ഭാരതിന് സമാനമായ ആഡംബര ബസ്സാണ് ഓടിത്തുടങ്ങുന്നത്. ആദ്യമായി എയർ ഹോസ്റ്റസ് മാതൃകയിൽ ബസ് ഹോസ്റ്റസും ഉണ്ടാകും. ബസ്സിൽ പ്രത്യേക ടിക്കറ്റ് നിരക്കായിരിക്കും. ഭക്ഷണത്തിനും മറ്റും പ്രത്യേകം പണം നൽകാം. കൗതുക വാർത്തകൾ. സരസ്വതിയുടെ ചെയർമാൻ പങ്കെടുത്ത വ്യത്യസ്തമായ കല്യാണം. വരൻ 26 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആര്യൻ എന്ന ആര്യവേപ്പ് വൃക്ഷം. വധു മെലിഞ്ഞ 18 വയസ്സുകാരി കൂവള വൃക്ഷം അഥവാ കൂവളകുമാരി. വിവാഹവേദി ഇരയിമൻ തമ്പിയുടെ തറവാട്ടിനടുത്തുള്ള ആദിപരാശക്തി ക്ഷേത്ര സന്നിധി. അക്ഷയ തൃതീയ പൂജയും മറ്റും കൊണ്ട് പ്രത്യേകത നിറഞ്ഞ ഈ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിന് ഏകലവ്യാശ്രമം മഠാധിപതി സ്വാമി അശ്വതി തിരുനാളിന്റെ നേതൃത്വത്തിൽ ചടങ്ങ് നടന്നു. 100ഓളം പേർ പങ്കെടുത്ത വിവാഹത്തിൽ ഹാരാർപ്പണവും പുടവ കൊടുക്കലും സദ്യയും ഉണ്ടായിരുന്നു. കായികം. ആരണ്യക് ഘോഷ് 95ാം ഗ്രാൻഡ് മാസ്റ്റർ. കൊൽക്കത്ത സ്വദേശിയാണ് ഈ 22-കാരൻ. ബാങ്കോക്ക് ചെസ് ക്ലബ് ഓപ്പൺ ടൂർണമെന്റിലാണ് ആരണ്യക് 3ാം ഗ്രാൻഡ് മാസ്റ്ററിനൊപ്പം ഗ്രാൻഡ് മാസ്റ്റർ പട്ടവും സ്വന്തമാക്കിയത്. ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ SK അജയകുമാർ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം മഞ്ഞനോവ് അഥവാ ജോണ്ടിസ് വെറും കണ്ണിലെ മഞ്ഞ നിറമല്ല എന്ന വിഷയത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മഞ്ഞനോവ് എന്ന നാട്ടിൻപുറത്ത് നമ്മൾ പറയുന്നത് മൂത്രത്തിൽ മഞ്ഞ നിറം വരിക, കണ്ണിൽ മഞ്ഞ വരിക തുടങ്ങിയവയാണ്. അതിന് ഒറ്റമൂലികൾ മരുന്ന് കൊടുക്കുന്നവരുണ്ട്, ഒരുപാട് പഥ്യം നിഷ്കർഷിക്കുന്നവരുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, മഞ്ഞ നോവെന്ന് സാധാരണ നമ്മൾ വിവക്ഷിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് A എന്ന വൈറസ് രോഗാണുബാധ മൂലം ലിവറിൽ താൽക്കാലികമായി ഉണ്ടാകുന്ന പ്രവർത്തന വ്യതിയാനമാണ്. അത് ഒരു ചികിത്സ ചെയ്തില്ലെങ്കിലും തനിയെ മാറുകയാണ് ഭൂരിപക്ഷം കേസുകളിൽ. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C തുടങ്ങിയ മാരകമായ ഇൻഫെക്ഷൻസ് വരും. പക്ഷേ ഞാൻ ഇവിടെ ഇന്ന് പറയുന്നത് മഞ്ഞനോവ് എന്നത്
ഒരു ലക്ഷണമായിരിക്കുകയും അത് ഗുരുതരമായ ആന്തരിക രോഗം കാരണമാവുകയും ചെയ്യുമ്പോഴാണ് അതിന്റെ പ്രാധാന്യം ഉണ്ടാകുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. പാൻക്രിയാസ് ഗ്രന്ഥിയുടെ തലഭാഗം അഥവാ ഹെഡ് ഭാഗത്ത് ഒരു ക്യാൻസർ വന്നാൽ ബൈൽ അഥവാ പിത്തരസം കരളിൽ നിന്നും താഴേക്ക് പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ട്യൂബായ പാൻക്രിയാസിക് ഡക്റ്റുമായി ചേർന്നാണ് ആ പിത്തരസത്തിന്റെ ട്യൂബായ കോമൺ ബൈൽ ഡക്റ്റ് ചെറുകുടലിലേക്ക് തുറക്കപ്പെടുന്നത്. ആ ഭാഗം ഞെങ്ങി അമരുകയും പിത്തരസത്തിന് കുടലിലേക്ക് പോകാൻ കഴിയാതെ വരികയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ബിലിറൂബിൻ രക്തത്തിൽ കൂടി മഞ്ഞനോവ് വരും. ഇത്തരം മഞ്ഞനോവുകളെ സർജിക്കൽ ജോണ്ടിസ് എന്നാണ് പറയുന്നത്. പക്ഷേ രോഗിയെ സംബന്ധിച്ചിടത്തോളം അത് വെറും ഒരു മഞ്ഞനോവാണ്. നിങ്ങൾ ഓർക്കുക, അത് ഗൗരവമായ പാൻക്രിയാസിന്റെ ക്യാൻസർ കൊണ്ടുള്ള രോഗത്തിന്റെ ഒരു ലക്ഷണം മാത്രമാണ്. അപ്പോൾ അതിന് ഒറ്റമൂലിയും മറ്റ് നീണ്ട ചികിത്സകളുമൊക്കെ ചെയ്തിരുന്നാൽ കാര്യം വഷളാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ നോക്കാം. ഇത്തരം ജോണ്ടിസ്, അതായത് പാൻക്രിയാസ് ഗ്രന്ഥിയുടെ ക്യാൻസർ, ഈ പിത്തരസ ട്യൂബുകൾ തുറക്കുന്നതിന് ചുറ്റുമുള്ള പെരിയാംബുലറി ക്യാൻസർ തുടങ്ങിയവയിൽ ഉള്ള ജോണ്ടിസ് മറ്റ് ജോണ്ടിസിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് നോക്കാം. സ്റ്റഡി ഡീപ്പനിങ് ജോണ്ടിസ്, അതായത് ജോണ്ടിസ് തുടങ്ങുന്നു, ആദ്യം ബിലിറൂബിൻ 3, 4 ആകുന്നു, 10 ആകുന്നു, 12 ആകുന്നു, 20 ആകുന്നു, 24 ആകുന്നു, 30 ആകുന്നു, 32 ആകുന്നു. സ്റ്റഡി ഡീപ്പനിങ് ജോണ്ടിസ് എന്നാൽ രോഗിക്ക് പെയിൻ ഉണ്ടാകുന്നു, ചൊറിച്ചിലുണ്ടാകുന്നു, മലം കളിമണ്ണിന്റെ നിറത്തിൽ പോകുന്നു, ശരീരമാസകലം മഞ്ഞ നിറം ഉണ്ടാകുന്നു. അതാണ് പാൻക്രിയാസിലെ ക്യാൻസറിന്റെ ഭാഗമായ മഞ്ഞനോവിന്റെ ലക്ഷണം. ഇനി പിത്തരസം കുടലിലേക്ക് പോകുന്ന മെയിൻ ട്യൂബായ കോമൺ ബൈൽ ഡക്റ്റിനുള്ളിൽ കല്ലുണ്ടായ പിത്തസഞ്ചിയിലെ കല്ലുമായി ബന്ധപ്പെട്ടാണ്. അതെന്ത് ചെയ്യും? ഇതുപോലെ തടസ്സമുണ്ടാകും. പക്ഷേ അതിൽ എന്ത് സംഭവിക്കും? ആ തടസ്സം വന്നതും പിത്ത നാളികളിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു, പിത്തസഞ്ചിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. അതിനെ കൊളഞ്ചൈറ്റിസ്, പിത്തനാളികളിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനെ കൊളഞ്ചൈറ്റിസ് എന്ന് പറയും. അപ്പോൾ കുളിരും പനിയും വരിക, വയറുവേദന വിട്ടുവിട്ട് വരിക, വിട്ടുവിട്ട് മഞ്ഞനോവ് വരിക. ഇതാണ് പിത്തസഞ്ചിയിലെ കല്ലിന്റെ ജോണ്ടിസിന്റെ ലക്ഷണം. അത് പെയിൻഫുൾ ജോണ്ടിസ്. ഇനി മഞ്ഞനോവ് വേറൊരു വളരെ ഗൗരവമായ അവസ്ഥയിലാണ്. അതിനെ ലിവറിൽ വേറെ എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടായി ലിവറിനെ ബാധിക്കുന്ന മൾട്ടിപ്പിൾ ലിവർ മെറ്റാസ്റ്റസിസ്, ഒട്ടനവധി ക്യാൻസർ മുഴകൾ ലിവറിന്റെ മുകൾ ഭാഗത്തും അകത്ത് വരുന്നു, ലിവറിന്റെ പ്രവർത്തനത്തിന് തകരാറുണ്ട്. അതൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയ കാരണങ്ങൾ. അപ്പോൾ മഞ്ഞനോവ് നിസ്സാരമായി തള്ളിക്കളയരുത്. അത് വെറും ഹെപ്പറ്റൈറ്റിസ് എ അല്ല വെള്ളത്തിൽ കൂടെ പകരുന്നത്, ഇഞ്ചക്ഷൻ വഴി വരുന്ന ഹെപ്പറ്റൈറ്റിസ് ബി അല്ല, അത് ഹെപ്പറ്റൈറ്റിസ് സി അല്ല, ഗൗരവമായ ക്യാൻസറിന്റെ ഉൾപ്പെടെ ലക്ഷണങ്ങളാണ്. അപ്പോൾ സ്റ്റഡി ഡീപ്പനിങ് ജോണ്ടിസ്, ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരുന്ന ജോണ്ടിസ്, ഇതെല്ലാം അൾട്രാസൗണ്ട് സ്കാനും മറ്റ് കാരണങ്ങളും ടെസ്റ്റുകളും കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയും. ഓർക്കുക, മഞ്ഞനോവിനെ അവഗണിക്കരുത്. അതൊരു രോഗമല്ല, രോഗലക്ഷണമാണ്. ഇനി അടുത്ത ഞായറാഴ്ച മറ്റൊരു വിഷയവുമായി കേട്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം. ഈ ആഴ്ചത്തെ പ്രധാന OP വിവരം: സർജൻ ഡോക്ടർ SK അജയകുമാർ ബുധനാഴ്ച രാവിലെ 9:30 മുതൽ 11:30 വരെ. നെഫ്രോളജി ഡോക്ടർ നിനോ ജോർജ് ബുധനാഴ്ച രാവിലെ 8:30 മുതൽ 9:30 വരെ. ശനിയാഴ്ച വൈകിട്ട് 4 മുതൽ 6 വരെ. മെഡിക്കൽ ഗാസ്ട്രോ എൻട്രോളജി ഡോക്ടർ അരുൺ CS വ്യാഴാഴ്ച രാവിലെ 9 മുതൽ 1 വരെ. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിന്റ്മെന്റ്സിനും വിളിക്കാം 9072442098 9495472598. സരസ്വതി FM കേൾക്കൂ, സമ്മാനം നേടൂ. ഇന്നത്തെ ചോദ്യം ചാർക്കോട്സ് ട്രയാഡ് എന്നാൽ എന്ത്? ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് നൽകൂ. സമ്മാനം നറുക്കെടുപ്പിലൂടെ. പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരും വരെ നന്ദി, നമസ്കാരം. സരസ്വതി FM കരുതലിന്റെ നാദം കൊണ്ട് കേൾക്കൂ.